ആ യുവദമ്പതികൾ തന്നെ എല്ലാവർക്കും വിളമ്പിക്കൊടുത്തു. ആനന്ദ നിർവൃതിയോടെ പൂന്താനവും അന്തർജനവും എല്ലാം കണ്ടു നിന്നു. അവസാനം പൂന്താനത്തെയും അന്തർജനത്തെയും ഇരുത്തി അവർ ഭക്ഷണം വിളമ്പിക്കൊടുത്തു. പിന്നീട് ആ യുവദമ്പതിമാരെ ഇരുത്തി പൂന്താനവും പത്നിയും ആഹാരം വിളമ്പി. അങ്ങനെ എല്ലാം മംഗളമായി നടന്നു. അന്ന് രാത്രി ഉറക്കത്തിൽ പൂന്താനത്തിനൊരു സ്വപ്ന ദർശനം ലഭിച്ചു. വായനയ്ക്ക് വന്ന പണ്ഡിത ബ്രാഹ്മണനും പത്നിയും യുവദമ്പതിമാരും പൂന്താനത്തിനരികെ വന്നു. പണ്ഡിത ബ്രാഹ്മണന്റെയും പത്നിയുടെയും സ്ഥാനത്ത് സാക്ഷാൽ പരമേശ്വരനും ശ്രീപാർവതിയും. മഹാദേവൻ പറഞ്ഞു, പൂന്താനം, ഭാഗവത സപ്താഹം അസലായിരുന്നോട്ടോ, എത്ര കേട്ടാലും മതിയാവില്ല. ആ സമയം കൂടെയുണ്ടായിരുന്ന ദമ്പതികളുടെ സ്ഥാനത്ത് പുഞ്ചിരിയോടെ നിൽക്കുന്ന രാധാസമേതനായ കൃഷ്ണൻ. കണ്ണൻ മന്ദഹാസത്തോടെ പറഞ്ഞു, എൻ്റെ കഥകളും ലീലകളും സരസമായി പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ രണ്ടുപേരും പൂന്താനത്തിനരികെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് സദ്യ വിളമ്പിയതും ഞങ്ങളായിരുന്നു.